ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സൂപ്പർ 10 MCQ സീരീസിൻ്റെ 6th പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SGST ക്യാൻ ബി സെറ്റ് ഓഫ് എഗനിസ്റ്റ് CGST. CGST ക്യാൻ ബി സെറ്റ് ഓഫ് എഗനിസ്റ്റ് IGST. IGST first set of against CGST. CGST cannot set of against SGST. അപ്പോൾ ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 2, 3 and 4, ഓപ്ഷൻ ഡി 1 and 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് SGST ക്യാൻ ബി സെറ്റ് ഓഫ് എഗനിസ്റ്റ് CGST. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം SGST CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കറക്റ്റ് ആണ്. പിന്നെ ഒന്ന് റോങ് ആണ്. CGST ക്യാൻ ബി സെറ്റ് ഓഫ് എഗനിസ്റ്റ് IGST. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം IGST ആയിട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ IGST ഫസ്റ്റ് സെറ്റ് ഓഫ് എഗനിസ്റ്റ് CGST. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം IGST ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ആയിട്ടാണ്. അത് കഴിഞ്ഞാണ് CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, CGST കനോട്ട് സെറ്റ് ഓഫ് എഗനിസ്റ്റ് SGST. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ തെറ്റ് വന്നത് 1ഉം 3ഉമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് മനസ്സിലാക്കാൻ ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. GSTയുടെ സെക്കൻഡ് ക്ലാസ്സിൽ ഇൻപുട്ട് ടാക്സ് സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചപ്പോൾ ഇത് നമ്മൾ പഠിച്ചായിരുന്നു. ഫസ്റ്റ് ഇപ്പോൾ IGST സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഫസ്റ്റ് അഗനിസ്റ്റ് IGST ആണ്. സെക്കൻഡ് CGST ഓർ SGST എനി ഓർഡറിൽ സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് CGST ആദ്യം CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. SGST ആയിട്ട് പറ്റില്ല. പിന്നെ SGST ആദ്യം SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ബാലൻസ് വരുന്നത് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. CGST ആയിട്ട് പറ്റില്ല. ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക. അപ്പം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. Second question. A person residing in Kerala have turnover of rupees 21 lakhs, out of which 1 lakh is interstate supply of goods and did not deal with services. Whether he has to take GST registration. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കേരളയിൽ ഒരു ടാക്സ് പേ പേഴ്സൺ ഇൻ കേരള ടേൺ ഓവർ 21 lakhs ആണ്. അതിൽ 1 lakh ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. പിന്നെ ഈ സർവീസസ് ആയിട്ട് ഡീലിംഗ് ചെയ്യണില്ല. അപ്പോൾ ഗുഡ്സ് മാത്രമേ ഇദ്ദേഹം ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് വേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നോ, ഹീസ് ഡീലിംഗ് ഓൺലി ഗുഡ്സ് ആൻഡ് ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 40 lakhs. അപ്പോൾ നമുക്കറിയാം ഗുഡ്സ് മാത്രം ഡീൽ ചെയ്യുന്ന ആൾക്ക് 40 lakhs ആണ് ലിമിറ്റ്. പക്ഷെ അദ്ദേഹം ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇൻട്രാസ്റ്റേറ്റ് മാത്രം ഉള്ളവർക്കാണ് 40 lakhs. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. അടുത്തത് ബി, നോ, ഹീസ് ഡീലിംഗ് ഓൺലി ഗുഡ്സ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് ടേൺ ഓവർ ഈസ് 20 lakh. ഇപ്പം ഇവിടെ പറയുന്നത് ഡീൽ ചെയ്യുന്നത് ഒള്ളി ഗുഡ്സ് ആണ്. ഇൻട്രാസ്റ്റേറ്റ് 20 lakh ആണ്. 20 lakh ഇൻട്രാസ്റ്റേറ്റ് 20 lakh ആണ് വരുന്നത്. അടുത്തത് സി, എസ്, ഹി ഹാസ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ടേൺ ഓവർ ഗ്രേറ്റർ ദാൻ 20 lakh. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈമെന്റ് ടേൺ ഓവർ ഗ്രേറ്റർ ദാൻ 20 lakhs ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഡി, എസ്, ഹി ഹാസ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്കറിയാം ഫസ്റ്റത്തെ ഓപ്ഷൻ എ തെറ്റാണ്. കാരണം ഇത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ കൊണ്ട് GST എടുക്കണം. പിന്നെ ഓപ്ഷൻ ബിയും തെറ്റാണ്. കാരണം രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ ഓപ്ഷൻ സിയും ഡിയും തമ്മിലാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് ഡി ആണ്. കാരണം ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ ഇപ്പൊ 1 lakh ടേൺ ഓവർ ഉണ്ടെങ്കിലും GST രജിസ്ട്രേഷൻ എടുക്കണം. അതിന് ഇവിടെ ടേൺ ഓവർ ലിമിറ്റ് ഇല്ല. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ടാക്സ് ആപ്ലിക്കബിൾ ഫോർ ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷന് ഏത് ടാക്സ് ആണ് ആപ്ലിക്കബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ GST ആൻഡ് വാറ്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് വാറ്റ്, ഓപ്ഷൻ സി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് വാറ്റ്, ഓപ്ഷൻ ഡി കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് വാറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് വാറ്റ്. Fourth question, tax applicable for tobacco.
ടുബാക്കോന്റെ ടാക്സ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടാക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ GST ആൻഡ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, ഓപ്ഷൻ ബി സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് വാറ്റ്, ഓപ്ഷൻ സി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് GST, ഓപ്ഷൻ ഡി GST ആൻഡ് സെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ടുബാക്കോന് ഓപ്ഷൻ സി ആണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും GSTയുമാണ് ടുബാക്കോന് ആപ്ലിക്കബിൾ ആവുന്നത്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ടാക്സ് ആപ്ലിക്കബിൾ ഫോർ ഒപ്പിയം, ഇന്ത്യൻ ഹെംപ് ആൻഡ് നാർക്കോട്ടിക് ഡ്രഗ്സ്. ഓപ്ഷൻ എ GST only, ഓപ്ഷൻ ബി സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് GST, ഓപ്ഷൻ സി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് GST, ഓപ്ഷൻ ഡി GST ആൻഡ് സെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് GST ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഹാസ് എ ഡാഷ് ഫെഡറൽ സ്ട്രക്ചർ. 1 3 ടയർ, 2 2 ടയർ, 3 1 ടയർ, 4th 4 ടയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 only, ഓപ്ഷൻ 3, ഓപ്ഷൻ സി 3 and 4, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇന്ത്യയിൽ ഫെഡറൽ സ്ട്രക്ചർ 3 ടയർ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി 1 only ആണ് ആൻസർ. 3 ടയർ സ്ട്രക്ചർ ഒന്നുള്ളത് സെൻട്രൽ, സ്റ്റേറ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്. അതാണ് 3 ഫെഡറൽ സ്ട്രക്ചർ. 3 ടയർ ഫെഡറൽ സ്ട്രക്ചറിൽ കംപ്രൈസിങ് യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ് ആണ് 3 ടയർ ഫെഡറൽ സ്ട്രക്ചറിൽ വരുന്നത്. മറ്റേ ലിസ്റ്റ് അല്ല, അത് ഫിനാൻസ് ലിസ്റ്റ് ആണ് പറയുന്നത്. ഇത് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 246ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. Which article of the Constitution state that no tax shall be levied or collected except by the authority of law? Option A Article 265, Option B Article 255, Option C Article 245, Option D Article 246. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 265ലാണ് ഇത് പറയുന്നത്. നോ ടാക്സ് ഷാൽ ബി ലെവിഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. അടുത്തത് 8th ക്വസ്റ്റ്യൻ, ദ പവർ ഓഫ് എനാക്ടിംഗ് ദ ലോ ഈസ് കൺഫേർഡ് ഓൺ ദ പാർലമെന്റ് ആൻഡ് ഓൺ ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് ബൈ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 246A of the Constitution, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 246 of the Constitution, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 245 of the Constitution, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 265 of the Constitution. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 245 of the Constitutionലാണ് ലോ എനാക്ടിംഗ് പാർലമെന്റ്. The power of enacting law is conferred on the parliament and on the legislature of a state. ആർട്ടിക്കിൾ 245 പ്രകാരമാണ് അതിന് പവർ ഉള്ളത്. അടുത്ത 9th ക്വസ്റ്റ്യൻ, ഡ്യൂട്ടീസ് ഓഫ് GST കൗൺസിൽ മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 246A. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 269A, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 279A, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 289A. അപ്പോൾ ഇതിൻ്റെ ആൻസർ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 279A പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ് ഓഫീസ് ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ലക്നൗ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സൂപ്പർ 10 ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് എന്ന് പറയാം. ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ബന്ധപ്പെടുത്തിയായിരുന്നു. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ പ്രകാരമാണിത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.